ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തികയുടെ വാക്കുകൾ അർച്ചനയെ ആകെ തകർത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്ന് സച്ചി ചെന്ന് അർച്ചനയെ സമാധാനിപ്പിക്കുകയാണ്. എടോ, അവന്തികേട്ടത്തി അങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും, താനതൊന്നും കേൾക്കാനേ നിൽക്കണ്ട. ഇപ്പോൾ തൽക്കാലം കുട്ടികൾ വേണ്ടെന്ന് നമ്മളല്ലേ തീരുമാനിച്ചിരിക്കുന്നത്. തനിക്കെന്താണെങ്കിലും ഞാൻ 2 മസാല ദോശ വാങ്ങിക്കൊണ്ട് തരാം. അത്രയും പറഞ്ഞുകൊണ്ട് സച്ചി പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ധ്യയെ കാണാനായി ചെന്നിരിക്കുന്ന അർച്ചനയാണ്. ഞാൻ പലതവണ ഡോക്ടറെ വിളിച്ചു, ഡോക്ടർ ഫോൺ എടുത്തില്ല. ഹോസ്പിറ്റലിലും പോകുന്നില്ല, ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നു. എന്തു പറ്റി? ഒന്നുമില്ല അർച്ചനെ, ചെറിയൊരു വിഷമം പോലെ, അതുകൊണ്ടാണെന്ന് സന്ധ്യ പറയുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, ഡോക്ടർക്ക് നന്ദേട്ടനെ ഇഷ്ടമായിരുന്നല്ലേ? അതിനിപ്പോൾ എൻ്റെ പക്കൽ ഒരു ഉത്തരമില്ല അർച്ചനെ. ചിലർ നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കും. പക്ഷേ നമ്മളത് തിരിച്ചറിയുമ്പോഴേക്കും നഷ്ടപ്പെടലിൻ്റെ അങ്ങേയറ്റത്ത് അതെത്തിയിട്ടുണ്ടാകാം. ഇനിയും നമ്മൾ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഡോക്ടറും നന്ദേട്ടനും ഒന്നിച്ചിരുന്നെങ്കിലെന്ന്. അവന്തികേട്ടത്തി നന്ദേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയതിനു ശേഷം ഞാനിത് പറയാനിരിക്കുകയായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നന്ദേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും അവന്തിക എന്ന് പറയുന്ന വ്യക്തി പുറത്തേക്ക് പോകുമെന്ന് അർച്ചന പറയുമ്പോൾ ഇനി അതിൽ എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയുമില്ലെന്ന് സന്ധ്യ പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും ശരി, തനിക്കൊരു കുഞ്ഞിനെ തരാൻ പോകുന്ന തൻ്റെ ഭാര്യയോട്, തന്നെ ഒരു അച്ഛനാക്കാൻ പോകുന്ന തൻ്റെ ഭാര്യയോട് നന്ദൻ എപ്പോഴെങ്കിലും ക്ഷമിക്കാൻ തോന്നിയാൽ അവിടെ തീരില്ലേ എൻ്റെ കാത്തിരിപ്പും പ്രതീക്ഷയും ഒക്കെ തന്നെ എന്നൊക്കെ സന്ധ്യ പറയുമ്പോൾ അർച്ചന പറയുകയാണ്, നന്ദേട്ടൻ ഒരിക്കലും ഏട്ടത്തിയോട് ക്ഷമിക്കുമെന്നോ അല്ലെങ്കിൽ ഏട്ടത്തിയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമെന്നോ ഞാൻ കരുതുന്നില്ല. അത്രയ്ക്ക് വെറുപ്പുണ്ട് നന്ദേട്ടന് അവരോട്. നന്ദേട്ടനും ആ സ്ത്രീയും തമ്മിൽ അങ്ങനൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. അവരെ ഒരു മനുഷ്യ സ്ത്രീയായിട്ട് പോലും കാണാൻ സാധിക്കില്ലെന്നാ നന്ദേട്ടൻ എന്നോട് പറഞ്ഞത്. പക്ഷേ അവന്തിക പ്രഗ്നൻ്റ് ആണ്, അതെനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടതാണല്ലോ എന്ന് സന്ധ്യ പറയുമ്പോൾ അർച്ചന പറയുകയാണ്, നിലനിൽപ്പിന് വേണ്ടി എന്ത് തരം താഴ്ന്ന കളിയും കളിക്കാൻ മടിയില്ലാത്തവളാണ് അവന്തിക. പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് ഡോക്ടറിനോട് പറയാനുണ്ട്. അങ്ങനെ അവന്തിക ഗർഭിണിയാണെങ്കിൽ തന്നെ അവന്തികയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ നന്ദേട്ടനല്ല. ഞാൻ പറഞ്ഞില്ലേ, നന്ദേട്ടൻ്റെ മനസ്സിലും ഇങ്ങനെയൊരു സംശയം കാണും, ആരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇത് കേൾക്കുന്ന സന്ധ്യ ഞെട്ടലോടെ അർച്ചനയെ നോക്കുകയാണ്. നന്ദനല്ലെങ്കിൽ പിന്നെ ആരെന്ന് സന്ധ്യ ചോദിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക ആരെയോ കാത്തു നിൽക്കുന്നതാണ്. ആരോ ഒരാൾ അവന്തികയ്ക്ക് പിന്നിലുണ്ട്. നമ്മളാരും അറിയാത്ത, നമ്മളൊന്നും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ അവന്തികയുടെ ചിന്താഗതിയിലുള്ള ഒരാള്. അയാൾ തന്നെയാണ് അവന്തികയുടെ കുഞ്ഞിൻ്റെ ഉത്തരവാദി എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ഇതെല്ലാം കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് സന്ധ്യ. പിന്നീട് കാണിക്കുന്നത് അവന്തിക ആരെയോ കാണാനായി ചെന്നിരിക്കുന്നതാണ്. അയാൾ ഇറങ്ങി വന്നയുടൻ തന്നെ അവന്തിക അയാളെ കെട്ടിപ്പിടിക്കുകയാണ്. എന്താ ഡിയർ, പെട്ടെന്ന് കാണാനും സംസാരിക്കാനുമൊക്കെ ഒരു ആഗ്രഹം? എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, ഞാൻ ക്യാരിങ് ആണ്. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനെ ഞാൻ എന്താ കാണാൻ പാടില്ലെന്നുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. ഇത് കേൾക്കുന്ന അയാൾ പൊട്ടിച്ചിരിക്കുമ്പോൾ അയാൾ പറയുകയാണ്, കുഞ്ഞിൻ്റെ അച്ഛനെ കാണണമെന്ന് തോന്നുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഭർത്താവിനെ കാണണമെന്ന് തോന്നുമ്പോൾ അവിടെ വീട്ടിലുണ്ടല്ലോ. അതിനയാൾ ഡമ്മിയല്ലേ? ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടേ വാലിന് തീ പിടിച്ചതുപോലെയാ അയാളുടെ നടപ്പ്. നന്ദൻ ഇപ്പോഴും എന്താ ഏതാണെന്നൊന്നും ഒരു ഉറപ്പുമില്ലെന്ന് അവന്തിക പറയുമ്പോൾ അയാൾ ചോദിക്കുകയാണ്, നമ്മൾ തമ്മിലിപ്പോൾ പരിചയപ്പെട്ടിട്ട് 6 വർഷത്തോളമായി. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക് മേടിച്ച് പിറ്റേ ദിവസം പത്രത്തിൽ എൻ്റെ ഫോട്ടോ വന്നപ്പോൾ എന്നെ കാണാൻ വന്നതാണ് അവന്തിക. ചില സഹായങ്ങൾ ചെയ്തു തന്നാൽ കുറേ പണം തരാമെന്നും എന്നോട് പറഞ്ഞു. സഹായം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലെ അക്കൗണ്ടിൽ നിന്നും കുറച്ച് പണമായിട്ട് തൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നായിരുന്നു. ബാങ്കിലെ മാനേജറുടെ കൂടെ സഹായം ലഭിച്ചപ്പോഴേ അതൊക്കെ എളുപ്പമായി. ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നൊക്കെ അയാൾ പറയുമ്പോൾ അവന്തിക ചോദിക്കുകയാണ്, അല്ല, ചോദിക്കാൻ വന്ന ചോദ്യം ധനുഷ് ഇതുവരെ ചോദിച്ചില്ലല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തമ്മിൽ എപ്പോഴോ ഇഷ്ടത്തിലായി. ഭർത്താവ് ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മളായിട്ട് നമ്മുടെ ബന്ധം വലുതാക്കുകയും ചെയ്തു. പിന്നീട് നന്ദൻ തിരിച്ചു വന്നെന്ന് അവന്തിക പറഞ്ഞപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. ഈ ലോകത്തിൽ ആര് വിചാരിച്ചാലും നമ്മളെ തമ്മിൽ പിരിക്കാൻ പറ്റില്ലെന്ന് അവന്തിക പറഞ്ഞപ്പോഴാണ് കേവലം ചെറിയൊരു ബന്ധമല്ല നമ്മൾ തമ്മിലുണ്ടായിരുന്നതെന്ന് എനിക്ക് ബോധ്യമായത്. ഭർത്താവിനെയും കുടുംബക്കാരെയും കൊല്ലുക, എന്നിട്ട് മറ്റേതെങ്കിലും രാജ്യത്തിൽ പോയി സുഖമായി ജീവിക്കുക, ഇതായിരുന്നല്ലോ നമ്മുടെ ലക്ഷ്യം. എന്നിട്ട് ഇപ്പം നമുക്ക് വേറൊരു ലക്ഷ്യമുണ്ടെന്നും നമുക്ക് ജീവിക്കാൻ ഒരു കുഞ്ഞുകൂടി വേണമെന്നും എന്തിനാ അവന്തിക ആവശ്യപ്പെട്ടത്? ഇതാണ് എനിക്ക് അവന്തികയോട് ചോദിക്കാനുള്ളത്. അത് പിന്നെ നന്ദൻ തിരിച്ചു വന്നപ്പോൾ നെല്ലിശ്ശേരിയിൽ നിന്നും എന്നെങ്കിലും ഒരു ദിവസം ഇറങ്ങേണ്ടി വരുമെന്ന് എനിക്ക് തോന്നി. പിന്നെ രക്തബന്ധത്തെ വെച്ച് തന്നെ ഒരു കളി കളിക്കാമെന്ന് കരുതി. ആ നന്ദൻ്റെ ദുഷിച്ച ചോരയിലുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് വേണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ബന്ധമൊന്ന് വലുതാക്കാമെന്ന് ഞാൻ കരുതിയത്. ഈ ലോകത്തുള്ള ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല.
നമ്മൾ തമ്മിലുള്ളത് എന്നും പരിശുദ്ധ പ്രണയം തന്നെ ആയിരിക്കും. ഇത്രയും നാളും മറവിൽ നിന്ന് എന്നെ എന്തിനാ ഇപ്പോൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്? എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ ഈ ഒളിച്ചും പാത്തുമുള്ള സംസാരമൊക്കെ ഒഴിവാക്കേണ്ട സമയമായിരിക്കുന്നു. അത്രയും പറഞ്ഞ് തൻ്റെ മനസ്സിലുള്ള കാര്യം അവന്തിക പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദനെയാണ്. നന്ദൻ പോകുന്ന വഴി ഒരു ബൈക്കുകാർ വന്ന് നന്ദൻ്റെ വണ്ടിയിലൊന്ന് ഇടിക്കുകയാണ്. നന്ദൻ അവരെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നു. അങ്ങനെ അവർ രണ്ടും തമ്മിൽ വഴക്കുണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് നന്ദനെ തലങ്ങും വിലങ്ങും തല്ലുകയാണ്. അതേസമയം ധനുഷ് അങ്ങോട്ടേക്ക് വരികയും നന്ദനെ രക്ഷിക്കുകയും ചെയ്യുന്നു. അതേസമയം രണ്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് വരികയും നന്ദനും ധനുഷും ചേർന്ന് ഗുണ്ടകളുടെ കാര്യം അവരോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ നന്ദനെ കാറിൽ കയറ്റി പറഞ്ഞയക്കുകയാണ് ധനുഷ്. അതിനുശേഷം ആ ഗുണ്ടകളെ നോക്കി ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ പോയി തിരികെ എത്തുന്ന സേതുമാധവനെയാണ്. അർച്ചനയ്ക്ക് പ്രസാദം തൊട്ടുകൊടുത്തതിനു ശേഷം എല്ലാവരെയും താഴേക്ക് വിളിക്കാൻ സേതു പറയുന്നു. അങ്ങനെ എല്ലാവരും താഴേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.